Hello, all. Welcome to the session of business regulations. ഇന്ന് നമ്മൾ ബിസിനസ് റെഗുലേഷൻ്റെ 4ാമത്തെ സെഷനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ 3 സെഷൻസ് കഴിഞ്ഞു. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് കണ്ടത് അല്ലേ. ഇന്ന് നമ്മളുടെ ഈ ഒരു സെഷനിൽ നമ്മുടെ ആ കോൺട്രാക്റ്റിലുള്ള എഗ്രിമെൻറ്റിനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് നോക്കുകയാണ്. നമ്മൾ കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, കോൺട്രാക്റ്റിൻ്റെ ഒരു ഇക്വേഷൻ, അതിൻ്റെ ഡെഫിനേഷനിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെ പറഞ്ഞ കാര്യം ഇതാണ്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ അല്ലേ. നമുക്ക് ഒരു കോൺട്രാക്റ്റ് വേണമെങ്കിൽ ബിസിനസ്സിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണം. ആ എഗ്രിമെൻറ്റിൻ്റെ കൂടെ എന്തുണ്ടാവണം? ഒരു നിയമത്തിൻ്റെ പിന്തുണയുണ്ടാവണം. ഇതാണ് ഒരു കോൺട്രാക്റ്റ് അല്ലേ. കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആ കോൺട്രാക്റ്റിലെ എഗ്രിമെൻറ്റ്, ആ എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ എഗ്രിമെൻറ്റിന് നമുക്ക് ഇതേ രീതിയിൽ എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് അല്ലേ. എഗ്രിമെൻറ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ മിനിമം 2 വ്യക്തികളെങ്കിലും ഉണ്ടാവണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ആ രീതിയിൽ 2 വ്യക്തികൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തികൾ അല്ല ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാൻ വേണ്ടിയിട്ടോ, ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടോ ഓഫർ ചെയ്യുന്നു, മറ്റാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതാണ് എഗ്രിമെൻറ്റിൽ വരുന്നത്. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഓഫർ ചെയ്യുമ്പോൾ മറ്റാൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു കൺസിഡറേഷനോട് കൂടിയിട്ടാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. കൺസിഡറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കൺസിഡറേഷൻ സംതിങ് ഇൻ റിട്ടേൺ, തിരിച്ച് എന്തെങ്കിലും ഒരു കാര്യം, ഗുണം, ഒരു ബെനഫിറ്റ്, തിരിച്ചൊരു ബെനഫിറ്റ് കൂടി ഉദ്ദേശിച്ചിട്ടാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അല്ലേ. ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിന് ഗുണകരമായിട്ട് നമുക്ക് അയാൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് ഒരു എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിലെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓഫറും അതിൽ ഒരു കൺസിഡറേഷനുള്ള അക്സെപ്റ്റൻസുമാണ് വേണ്ടത്. ഓക്കെ. സോ ഇവിടെ ആ 2 വ്യക്തികൾ, ആരാണ് ഓഫർ ചെയ്യുന്നത് ആ വ്യക്തിനെ നമുക്ക് പ്രോമിസർ എന്നും, ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിനെ നമുക്ക് പ്രോമിസി എന്നും പറയാം. ഓക്കെ. സോ ദ പ്രോമിസർ ഓഫേഴ്സ് സംതിങ് ടു ഡു ഓർ സംതിങ് ടു ദ പ്രോമിസി ആൻഡ് ദ പ്രോമിസി വിത്ത് എ കൺസിഡറേഷൻ accepts the offer promised by the promiser. ഓക്കെ. ഇനി നമ്മളുടെ ഓഫർ എന്താണ്? ഓഫറിന് വേറെ നമ്മൾ ഓഫറിന് പ്രപ്പോസൽ എന്നും പറയാറുണ്ട്. ഇതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ലോ ഇംഗ്ലീഷ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പം ഇംഗ്ലീഷ് ലോയിൽ ഇതിനെ ഓഫറാണെന്നും ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ നമ്മളതിനെ പ്രപ്പോസലാണെന്നും പറയുന്നത്. പക്ഷേ രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, 2 വേർഡിങ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഓഫർ ഓർ പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഫർ ഓർ പ്രപ്പോസൽ എന്താണ്? വാട്ട് ഈസ് എൻ ഓഫർ അല്ലെങ്കിൽ വാട്ട് ഈസ് എ പ്രപ്പോസൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, വെൻ വൺ പേഴ്സൺ അഗ്രീസ് അല്ലെങ്കിൽ വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിങ്നെസ് ടു ഡൂ ഓർ ഫോർ ഡൂയിങ് എനിത്തിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു കൊടുക്കാൻ വേണ്ടിയിട്ടോ അയാളുടെ വില്ലിങ്നെസ്, അത് കൊടുക്കാനുള്ള മനോഭാവം വെളിപ്പെടുത്തുന്നതാണ് എന്ത്? ഈ പറയുന്ന ഓഫർ. വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അതർ പേഴ്സൺസ് അപ്രൂവൽ ടു ഹിസ് വില്ലിങ്നെസ്. അപ്പോൾ അയാളുടെ മനോഭാവം, അത് ചെയ്യാം അല്ലെങ്കിൽ അത് കൊടുക്കാം എന്നുള്ള മനോഭാവം അയാൾ പ്രകടിപ്പിക്കുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്നത് മറ്റാളുടെ അപ്രൂവലാണ്. എൻ്റെ മനോഭാവം അയാൾ സമ്മതിക്കുക. ഓക്കെ, നീ തന്നോ, നീ അത് ചെയ്തോ, ഞാനത് സമ്മതിച്ച് കൊള്ളാം എന്ന് പറഞ്ഞുള്ള അപ്രൂവലാണ്. അങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു
അക്സെപ്റ്റ് ചെയ്യും, അയാളത് അപ്രൂവ് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇയാളുടെ വില്ലിങ്നെസ് ടു ഡു സംതിങ് ടു ഹിം ഓർ ടു ഗിവ് സംതിങ് ടു ഹിം അയാൾ സിഗ്നിഫൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ രീതിയിലാണ് നമ്മുടെ ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ വരുന്നത്. അപ്പോൾ എന്താണ് ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് ലോയിലാണ് ഇതിനെ ഓഫർ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ ഇതിനെ പ്രപ്പോസൽ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് വിൽ. നമ്മളുടെ ഒരു മനോഭാവം, നമ്മളുടെ മനസ്ഥിതി, നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടുള്ള നമ്മുടെ മനസ്ഥിതി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വിൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനാണ്. ഇറ്റ് ഈസ് എ വിൽ ഓർ ഇൻറ്റൻഷൻ. അപ്പോൾ അങ്ങനെ ഓഫർ നൽകുന്ന ആ വ്യക്തിയെ നമുക്ക് പ്രോമിസർ എന്നോ അല്ലെങ്കിൽ ഓഫറർ എന്നോ അല്ലെങ്കിൽ പ്രപ്പോസർ എന്നോ നമുക്ക് പറയാം അല്ലേ. അപ്പം ഓഫർ നൽകുന്ന ആൾക്ക് 3 പേരുണ്ട്. പ്രോമിസർ എന്ന് പറയാം, ഓഫറർ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രപ്പോസർ എന്നും പറയാം. അപ്പം ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഓഫർ 2 രീതിയിലാണ്. അത് എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ട് നമ്മളുടെ സ്വഭാവത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നോക്കൂ, എൻ ഓഫർ ഈസ് മെയ്ഡ് എയ്തർ ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ ബൈ വേർഡ്സ് റിട്ടേൺ. നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഓഫർ, നമ്മുടെ പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ അല്ലെങ്കിൽ പ്രപ്പോസർ കൊടുക്കുന്ന ഓഫർ ഒന്നില്ലെങ്കിൽ വാക്കാൽ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എഴുതി എക്സ്പ്രസ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മളുടെ വില്ലിങ്നെസ് വെളിപ്പെടുത്തി കൊടുത്താൽ അങ്ങനെയുള്ള ഓഫറിനെ നമ്മൾ എക്സ്പ്രസ് ഓഫർ എന്നാണ് പറയുക ഇല്ലേ. നമ്മൾ നേരത്തെ കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നു എക്സ്പ്രസ് കോൺട്രാക്റ്റ് അല്ലെ, എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റ്. നമുക്ക് ഓപ്പണായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റ്. അതേപോലെ തന്നെ നമ്മൾ ഓപ്പണായിട്ട് വെളിപ്പെടുത്തുന്ന ഓഫറിനെ നമുക്ക് എന്തെന്ന് പറയാം, എക്സ്പ്രസ് ഓഫർ എന്ന് പറയാം അല്ലേ. ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്. പേഴ്സൺ എ ആൻഡ് ബി രണ്ടുപേരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ എ എന്ത് ചെയ്ത് ബിക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്, ഞാൻ എൻ്റെ കാറ് നിനക്ക് 2 ലക്ഷം രൂപയ്ക്ക് തരാം. അപ്പോൾ അത് അയാളുടെ അടുത്ത് പറയുകയോ അല്ലെങ്കിൽ എഴുതി അയാളെ ധരിപ്പിക്കുകയോ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രസ് ഓഫർ. അതൊരു എക്സ്പ്രസ് ഓഫറാണ്, ഓപ്പണായി വെളിപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലേ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഓഫർ എന്താണ്, ഇംപ്ലൈഡ് ആണ്. അത് നമ്മളുടെ കണ്ടക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത്, ഒരാൾ ക്യൂവിൽ നിൽക്കുകയാണ് ട്രെയിൻ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട്. സോ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് ഹി വിഷ് ടു ട്രാവൽ അറ്റ് ദ ട്രെയിൻ. ആ ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ അയാൾക്ക് താല്പര്യം ഉണ്ടെന്നുള്ളത് അയാളുടെ ആ ക്യൂവിൽ നിൽക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ട്, ആ സ്വഭാവം കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ആൻ ഇംപ്ലൈഡ് ഓഫർ. അപ്പോൾ ഓഫർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് അല്ലേ. എങ്ങനെ നമ്മൾ കോൺട്രാക്റ്റ് എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഓഫറും എന്താണ്, എക്സ്പ്രസ്ഡ് ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ഓഫർ വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കണോ അല്ലേ. ഓക്കെ, നമ്മൾ അപ്പം ഒരു ഓഫർ എന്താണ്, ഓഫർ ചെയ്യുന്ന വ്യക്തി ആരാണ്, എങ്ങനെയാണ് എക്സ്പ്രസ് ഓഫർ, എങ്ങനെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓഫറിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങളിലേക്ക് ചെല്ലാം. അതാണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. ഒരു നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഓഫറിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. നമ്മൾ നേരത്തെ കോൺട്രാക്റ്റ് പഠിച്ചപ്പോൾ ഇതേപോലെ പഠിച്ചിരുന്നു അല്ലേ. നമ്മളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സോ അതേപോലെ തന്നെ നമുക്ക് ഒരു ഓഫർ വാല്യുബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു വാലിഡ് ഓഫറിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. ഏകദേശം 10 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് വരുന്നത്. ഇതും എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് ഓഫർ. അതിൽ ആദ്യം പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഓഫർ തരുമ്പോൾ, ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ ഒരാൾ ഓഫർ തരുമ്പോൾ അയാളെ നമ്മൾ ഓഫറർ എന്നാണല്ലോ പറയുക, അല്ലെങ്കിൽ പ്രോമിസർ അല്ലെങ്കിൽ പ്രപ്പോസർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ വ്യക്തി ഓഫർ തരുന്ന സമയത്ത് ആ ഓഫറിൽ നമ്മൾ എന്താ പറഞ്ഞത്, ആളുടെ ഒരു വില്ലിങ്നെസ്സാണ്, എന്തെങ്കിലും ഒരു കാര്യം തരാനോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനോ ഉള്ള വില്ലിങ്നെസ്സാണ് അയാൾ അതിലൂടെ പ്രകടിപ്പിക്കണേ എന്നുള്ളത് പറഞ്ഞു. അതെന്തിനാണ് അയാൾ പ്രകടിപ്പിക്കുന്നത്, അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ അത് ഒരു കൺസിഡറേഷനോട് കൂടിയിട്ടാണ് അപ്രോച്ച് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ അയാൾ നമ്മുടെ ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് ആ ഓഫറിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയണം, അത് വ്യക്തമാക്കണം, അതിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കണം. അതുമാത്രമല്ല, ആ ഓഫറിൽ ആൾ പറയുന്ന ആ വില്ലിങ്നെസ്, എന്തെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ചോ ആണല്ലോ, അത് നടപ്പിലാക്കാൻ പറ്റുന്നത്, പ്രാബല്യത്തിലാക്കാൻ പറ്റുന്നതും കൂടി ആയിരിക്കണം. സെർട്ടേൺ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ് പറയുന്നത്. ദ ടേംസ് ഓഫ് എൻ ഓഫർ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് സെർട്ടൺ ഓർ അറ്റ് ലീസ്റ്റ് കേപ്പബിൾ ഓഫ് ബീയിങ് മെയ്ഡ് സെർട്ടൺ. അപ്പോൾ ഇനി അഥവാ നമ്മൾ ഓഫർ കൊടുക്കുന്ന സമയത്ത് അത് സെർട്ടൺ അല്ലെങ്കിൽ പിന്നീട് അത് സെർട്ടൺ ആവാനുള്ള സാധ്യതയുള്ളതായിരിക്കണം. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ നമ്മുടെ ഓഫറിന് വേണം. എന്നാൽ മാത്രമേ അതൊരു വാലിഡ് ഓഫറായിട്ട് മാറുകയുള്ളൂ. അതാണ് ആദ്യത്തെ എസെൻഷ്യൽ ക്യാരക്ടറിൽ പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ട്രേഡേഴ്സ് എയും ബിയും. അതിൽ എ എന്ന് പറഞ്ഞ ട്രേഡർ ബിക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്. എന്താ ഓഫർ കൊടുക്കണമെന്ന് വെച്ചാൽ 100 ടൺ എണ്ണ തരാമെന്നൊരു ഓഫർ കൊടുക്കുകയാണ്. ബി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇതിപ്പം ഇങ്ങനെ ഒരു ട്രേഡിംഗ് കോൺട്രാക്റ്റിൽ ഉള്ള ഓഫറിൽ നമുക്കൊരു അപാകതയൊന്നും തോന്നിയില്ല. പക്ഷെ അതിൽ അപാകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 100 ടൺ എണ്ണ എന്ന് പറയുമ്പോൾ അതിൽ എന്ത് എണ്ണയാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ദാറ്റ് മീൻസ് ആ ടേം അതിൽ ക്ലിയർ ആക്കിയിട്ടില്ല. അപ്പോൾ അത് ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഈ ഒരു ഓഫർ വാലിഡായിട്ടുള്ള ഓഫറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എണ്ണ എന്ന് പറയുമ്പോൾ പല എണ്ണകളുണ്ട് അല്ലേ. ക്രൂഡ് ഓയിലുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്. അപ്പം ഏത് എണ്ണയാണെന്നുള്ളത് വ്യക്തമാക്കണം. അപ്പോൾ അത് വ്യക്തമല്ലാത്തത് കൊണ്ട് ഈ ഒരു ട്രേഡിംഗ് ഓഫർ നമുക്ക് ഇൻവാലിഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ ആൾ വ്യക്തമായിട്ട് പറയുകയാണ് 100 ടൺസ് ഓഫ് കോക്കനട്ട് ഓയിൽ എന്ന് വെച്ചാൽ അത് വാലിഡ് ഓഫറാണ്. ഓക്കെ, സോ അതാണ് ആദ്യത്തെ എസെൻഷ്യൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു എസെൻഷ്യൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. പ്രോമിസർ എന്താണോ ഓഫർ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് നമ്മളുടെ ഓഫറി അല്ലെങ്കിൽ അക്സെപ്റ്ററുടെ നോളേജിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കണം. അക്സെപ്റ്റർ അതിൻ്റെ നോളേജ്, അതിൻ്റെ അറിവുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓഫറും വാലിഡായിട്ടുള്ള ഓഫറായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തത് പറയുന്നത്. അതായത് ഞാനൊരു പ്രോമിസറാണ്, ഞാനൊരു കാര്യം പ്രോമിസ് ചെയ്തു. ആർക്കാണ് പ്രോമിസ് ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ അക്സെപ്റ്ററായിട്ടുള്ള വ്യക്തിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഓൾ ഓഫ് എ സഡൻ അതൊരു ഓഫർ ആവില്ല. അതൊരു ഇൻവാലിഡ് ഓഫറാണ്. എപ്പോഴും ഒരു ബിസിനസ് ഓഫർ എന്ന് പറയുമ്പോൾ പ്രോമിസ് ചെയ്യുന്ന ആളും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളും ഒരുപോലെ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. രണ്ടുപേർക്കും അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, രസകരമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് പറയുന്നത്. വേറെ ഒന്നല്ല, ഒരു വ്യക്തി എ എന്ന് പറഞ്ഞൊരു വ്യക്തി, ആൾക്ക് 2 കൊലയാളികളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടി ഇല്ലേ. സാധാരണ നമുക്കറിയാലോ, ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അപ്പം തന്നെ അതിന് നിയമപാലകരുടെ അടുത്ത് നമ്മൾ അറിയിക്കും. ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് അല്ലേ. അപ്പോൾ അതേപോലെ ഈ പേഴ്സണെയും എന്ത് ചെയ്തു, അയാൾക്ക് ഈ 2 കൊലയാളികളെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ അയാൾ അപ്പം തന്നെ പോലീസിനെ വിളിച്ചറിയിച്ചു. പോലീസ് വന്ന് ആ കൊലയാളികളെ പിടിച്ചു. ഇവർ പിടികിട്ടാപ്പുള്ളികളായിരുന്നു. അപ്പം നേരത്തെ തന്നെ ഈ പോലീസ് ഈ പിടികിട്ടാപ്പുള്ളികളായിട്ടുള്ള കൊലയാളികളെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം നൽകാം എന്നുള്ളൊരു ഓഫർ തന്നിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് നമ്മളുടെ പേഴ്സണേക്ക് ഒന്നും അറിയില്ലായിരുന്നു. അതിനെക്കുറിച്ച് ഒരു അറിവും പേഴ്സണേക്ക് ഉണ്ടായിരുന്നില്ല. അതറിയാതെ തന്നെയാണ് ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്തത്, ആ കൊലയാളികളെ പിടിപ്പിച്ചത്. ഓക്കെ, സോ പോലീസ് വന്ന് ഈ കൊലയാളികളെ പിടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് പേഴ്സണെ അറിയുന്നത് ഇങ്ങനെ ഒരു റിവാർഡ് പോലീസ് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം. ഉടനെ പേഴ്സണെ പോലീസിനടുത്ത് പോയിട്ട് പറയാണ്, ഈ കൊലയാളികളെ കണ്ടെത്തുന്നവർക്ക് നിങ്ങൾ റിവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞില്ല, അപ്പോൾ അതെനിക്ക് വേണം. ഇവിടെ ഈ പേഴ്സണെ ആക്ച്വലി അയാൾ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുന്നേ ആ ഓഫറിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്കത് അവകാശപ്പെടാനുള്ള യാതൊരു മാർഗവുമില്ല. പോലീസിനടുത്ത് പോയിട്ട് അയാൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല സാധാരണഗതിയിൽ.
പക്ഷേ പോലീസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇയാൾക്ക് അറിവുണ്ടോ ഇല്ലയോ എന്തായിക്കോട്ടെ, ഇയാൾ കാരണം നമുക്ക് അവരെ പിടിക്കാൻ പറ്റി, എന്തായാലും അയാൾക്ക് പാരിതോഷികം കൊടുത്തുകൊള്ളാമെന്ന് വിചാരിച്ച് സമ്മതിച്ച് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ പേഴ്സൺ എയ്ക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതാ പറയുന്നത്, ഓഫർ എപ്പോഴും നമ്മളുടെ അക്സെപ്റ്റർക്ക് അല്ലെങ്കിൽ ഓഫറിക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതൊരു വാലിഡ് ഓഫർ ആവില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ്, ആൻ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ ഒബ്ലിഗേഷൻസ്. നിയമപരമായിട്ടുള്ള ബാധ്യത. എന്താണ് നിയമപരമായിട്ടുള്ള ബാധ്യത? നമ്മൾ ഒരു ലീഗലായിട്ടുള്ള എഗ്രിമെൻ്റാണ് കോൺട്രാക്റ്റിൽ ഫോം ചെയ്യുന്നത് അല്ലേ. എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ നമ്മളങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം നിയമപരമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് ഫോം ചെയ്യുന്നത്. ആ നിയമപരമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ നിയമപരമായിട്ടുള്ള ഓഫറും ഉണ്ട്, നിയമപരമായിട്ടുള്ള അക്സെപ്റ്റൻസും ഉണ്ട്. ഇതിനെല്ലാം നിയമത്തിൻ്റെ പിന്തുണയുണ്ട്. ദാറ്റ് മീൻസ് ഇത് നമ്മൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഒരു എഗ്രിമെൻറ്റിലുള്ള ഓഫറും ഒരു എഗ്രിമെൻറ്റിലുള്ള അക്സെപ്റ്റൻസും എല്ലാം ഫുള്ളി അക്സെപ്റ്റ് ചെയ്തിരിക്കണം, അത് ഫുള്ളി പെർഫോം ചെയ്തിരിക്കണം. അങ്ങനെയാണ്. അതല്ലാതെ അത് പെർഫോം ചെയ്യാതെ നടുക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. നീ അഥവാ നിർത്തി അതിൽ നിന്നും വ്യതിചലിക്കുകയാണെങ്കിൽ, അതിനെയാണ് നമ്മൾ ബ്രീച്ച് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ, ബ്രീച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തികൾക്ക് അതിനുകൊണ്ട് പ്രശ്നം ഉണ്ടാവും അല്ലേ. ഓഫററും ഓഫർ ചെയ്യും, പ്രോമിസറും പ്രോമിസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ പ്രോമിസിക്കും ഒരു അഗ്രിമെൻ്റ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഏത് വ്യക്തി, അത് പ്രോമിസർ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പ്രോമിസി ആയിക്കൊള്ളട്ടെ, അത് ബ്രീച്ച് ചെയ്താൽ ആ എഗ്രിമെൻ്റ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ മുമ്പായിട്ട്, അത് ഫുൾഫിൽ ചെയ്യാനൊക്കെ മുമ്പായിട്ട് അതിൽ നിന്നും വ്യതിചലിച്ച് കഴിഞ്ഞാൽ, എഗ്രിമെൻ്റ് ഫോം ചെയ്ത ശേഷം കേട്ടോ, അതിന് മുമ്പല്ല, ശേഷം അത് വ്യതിചലിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഈ പറയുന്ന എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട ആൾക്കാർക്ക് എന്താണ്, നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് നിയമം പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ നിയമം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ വ്യതിചലിച്ചാൽ നിയമ നടപടികളുണ്ടാവും. അത് ഒരു നഷ്ടപരിഹാരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നടപടിയായിരിക്കാം. അപ്പോൾ അതെല്ലാം ഈ കോൺട്രാക്റ്റിൽ ഓഫർ ഫോം ചെയ്യുമ്പോൾ തന്നെ അത് ഇന്നതാണെന്ന് മനസ്സിലാക്കി അത് രണ്ട് കൂട്ടരും അത് സമ്മതിക്കുകയും വേണം. നമ്മൾ ഈ എഗ്രിമെൻറ്റ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കാത്ത പക്ഷം അതൊരു വാലിഡ് ഓഫർ ആവില്ല. അതാണ് മൂന്നാമത്തെ ഒരു എസെൻഷ്യൽ ക്യാരക്ടർ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നിയമപരമായൊരു എഗ്രിമെൻറ്റ്, ഇപ്പം നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞല്ലോ, 2 ട്രേഡേഴ്സ് പറഞ്ഞൊരു കോൺട്രാക്റ്റ്, 100 ടൺ ഓയിൽ, ഇപ്പോൾ സ്പെസിഫിക്കായിട്ട് 100 ടൺ കോക്കനട്ട് ഓയിൽ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞൊരു ഓഫർ ഫോം ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു, കോൺട്രാക്റ്റൊക്കെ ഫോം ചെയ്തു. പിന്നീട് ട്രേഡർ എ അത് സപ്ലൈ ചെയ്തില്ലെങ്കിൽ ട്രേഡർ ബിക്ക് അത് പ്രശ്നമാവും. ഇനി ട്രേഡർ എ അത് സപ്ലൈ ചെയ്തു, പക്ഷേ ട്രേഡർ ബി അതിനുള്ള കൺസിഡറേഷൻ കൊടുത്തില്ലെങ്കിൽ അപ്പോഴും പ്രശ്നമാവും. ഇതൊക്കെ ബ്രീച്ചിങ് ഓഫ് ദ കോൺട്രാക്റ്റാണ്. അങ്ങനെ വരുമ്പോൾ നിയമം അതിൽ ഏർപ്പെട്ടുകൊണ്ട് ആരാണോ ഇതിൽ ബാധിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തിക്ക് അതിനുള്ള നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഈ ബാധ്യതയിൽ ഏർപ്പെട്ട ആ ബ്രീച്ച് ചെയ്ത വ്യക്തിക്ക് എതിരായിട്ട് നിയമ നടപടികളോ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് നേരത്തെ തന്നെ ഇവർ എന്താണ്, അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആ നിയമബാധ്യതകൾ നേരത്തെ തന്നെ നമ്മളുടെ മനസ്സിൽ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കണം. അതാണ് മൂന്നാമത്തെ എസെൻഷ്യൽ പറഞ്ഞത്. ഇനി നാലാമത്തെ ഒരു എസെൻഷ്യൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻവിറ്റേഷൻ ഓഫ് ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ചില സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് തനി ഓഫറാണെന്ന് തോന്നും, പക്ഷേ ആക്ച്വലി അത് ഓഫർ ആയിരിക്കില്ല. ഇപ്പോൾ ഒരു പേപ്പറിൽ നമ്മളൊരു പരസ്യം കാണുകയാണ്, 50% ഫ്ലാറ്റ് ഡിസ്കൗണ്ട്. അടിപൊളി, നേർപകുതി വിലയ്ക്ക് നമുക്ക് സാധനം വാങ്ങിക്കാം, എന്നാൽ നമ്മൾ പോയി കളയാം. അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുകയാണ്. നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ഷോപ്പിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഓഫറൊന്നുമില്ല. നിങ്ങൾ പേപ്പറിൽ ആഡ് കൊടുത്താണല്ലോ, പിന്നെ ഇങ്ങനെ ഓഫറില്ലാത്ത ഇല്ല, അത് ആ ഒരു ദിവസം മാത്രമേ ഉണ്ടായുള്ളൂ.
അപ്പോൾ പേപ്പറിൽ ആ ഓഫർ കണ്ടിട്ട് നമുക്ക് ആ പേപ്പറിലുള്ള അഡ്വർടൈസ്മെൻറ്റ് വെച്ച് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ മാത്രമാണ്, ഓഫറിലേക്കുള്ളൊരു ഇൻവിറ്റേഷൻ മാത്രമാണ്. നമ്മൾ ആ ഇൻവിറ്റേഷൻ കണ്ട് ആ സ്ഥലത്ത് പോയി ആ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാണ് നമുക്ക് ഓഫർ കിട്ടുക. അപ്പോൾ നമ്മളുടെ അക്സെപ്റ്ററുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും നമ്മളുടെ ഏത് കമ്പനിയാണോ ആ ഓഫർ തരുന്നത് ആ ഓഫറിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ, ആ അക്സെപ്റ്റർക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്, അത് മാത്രമാണ് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്. അല്ലാതെ അഡ്വർടൈസ്മെൻ്റ് ഒരു ഓഫറല്ല. ഓക്കെ, സോ അതാ പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് ഇറ്റ് ഈസ് ഓൺലി ആൻ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ. അതുപോലെ തന്നെ കൊട്ടേഷൻ, നമ്മൾ കൊട്ടേഷൻ ഗുണ്ടാസംഘത്തിന് മാത്രമല്ല നമ്മൾ കൊടുക്കുക. നമ്മൾ കമ്പനിയുടെ ഒരുപാട് ഓരോ വലിയ വലിയ ഓർഗനൈസേഷൻ്റെ അവരുടെ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ടെൻഡർ വിളിക്കാറുണ്ട്, സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിന് സപ്ലയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, കൊട്ടേഷൻസ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ റിക്വയർ ചെയ്ത ഇന്ന മെറ്റീരിയൽസ്, അതിന് ഇന്ന സ്പെസിഫിക്കേഷൻ, നമുക്ക് ഇന്ന റേറ്റിൽ ഞങ്ങൾക്ക് തരാൻ പറ്റും, കൊട്ടേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ കൊട്ടേഷൻ എന്ന് പറയുന്നതും നോക്കുമ്പോൾ ഓഫറായിട്ട് തോന്നും, പക്ഷേ ആക്ച്വലി അതൊരു ഓഫറല്ല. ഇറ്റ് ഈസ് ഓൺലി എൻ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ. കുറേ സപ്ലയർ ഇതുപോലെ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടാവും ഒരു കമ്പനി ടെൻഡർ പറയുമ്പോൾ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ഈ ഓരോ സപ്ലയർ തന്നിട്ടുള്ള കൊട്ടേഷൻസൊക്കെ വെച്ചുകൊണ്ട് ടെൻഡർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അതിൽ നെഗോസിയേഷനൊക്കെ നടത്തി ചിലപ്പോൾ അതിൽ നിന്നും 1-2 സപ്ലയറെ സെലക്ട് ചെയ്യും. അവരുടെ കൊട്ടേഷൻ മാത്രമായിരിക്കും സ്വീകരിക്കുക. അത് സ്വീകരിക്കുന്നത് വരെ ആ കൊട്ടേഷൻ എന്താണ്, ഇറ്റ് ഈസ് ഓൺലി എൻ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ. നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കാൻ പോകുന്നൊരു ഓഫറാണ്, അതിനൊരു ഇൻവിറ്റേഷനാണ്. ഇന്ന സപ്ലയർ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ നമുക്ക് ഇത്ര രൂപയ്ക്ക് തരാമെന്നുള്ളൊരു തരാമെന്ന് അയാളുടെ ഇൻറ്റൻഷൻ കാണിച്ചു. അത് ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതൊരു ഇൻവിറ്റേഷൻ മാത്രമാണ് കൊട്ടേഷൻ. അപ്പം അഡ്വർടൈസ്മെൻ്റ് ആയാലും കൊട്ടേഷൻസ് ആയാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇൻവിറ്റേഷനാണ് ഓഫറിന്. അപ്പോൾ ആ ഓഫർ, അങ്ങനെയുള്ള ഇൻവിറ്റേഷൻസിനെ നമുക്കൊരു ഓഫറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഒരു 6 ക്യാരക്ടറിസ്റ്റിക്സും കൂടിയുണ്ട്, അത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മളുടെ വാലിഡ് ഓഫറിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടേഴ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എസെൻഷ്യൽ ക്യാരക്ടർ എന്താണെന്ന് നോക്കാം. 5ാമത്തെ ക്യാരക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: സ്പെഷ്യൽ ടേംസ് അറ്റാച്ച്ഡ് ടു എൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. എന്തെങ്കിലും നമ്മൾ പറയുന്ന വാഗ്ദാനം കൊടുക്കുന്ന ഓഫറിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വല്ല ടേംസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അത് പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നേരത്തെ നമ്മൾ എസെൻഷ്യൽ ക്യാരക്ടേഴ്സിൽ ആദ്യത്തെ പറഞ്ഞിരുന്നു, ടേംസ് ഷുഡ് ബി ക്ലിയർ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ടേംസ് അതിന് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതും ക്ലിയർ ആയിട്ട് പറയണം. ഇപ്പോൾ അതിലൊരു എക്സാമ്പിൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ. എന്താണ്, പേഴ്സൺ എ പേഴ്സൺ ബിക്ക് 100 tons ഓഫ് ഓയിൽ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ അതൊരു വാലിഡ് ഓഫറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല. വൈ? ബിക്കോസ് എന്ത് ഓയിലാണെന്ന് അവിടെ സ്പെസിഫൈഡ് അല്ല എന്ന് പറഞ്ഞു. അത് കൃത്യമായി സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് ഓഫറായിട്ട് മാറുള്ളൂ അല്ലേ. അപ്പോൾ അത് കൃത്യമായി സ്പെസിഫൈ ചെയ്തു. 100 tons ഓഫ് കൊക്കൻ ഓയിൽ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തു. അപ്പോൾ അത് ക്ലിയറായി, അപ്പോൾ അത് വാലിഡ് ഓഫറായി. ഇനി അതിലെന്തെങ്കിലും സ്പെഷ്യൽ ടേംസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതും കൂടി കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം 100 ton കോക്കനട്ട് ഓയിൽ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൽ ഒരു അഡീഷണൽ സ്പെഷ്യൽ ടേം ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഈ ഓഫർ തന്ന് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആദ്യത്തെ ആഴ്ചയിൽ 50 ടണ്ണും പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കി 50 ടണ്ണും തരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് അതിൻ്റെ സ്പെഷ്യൽ ടേംസാണ്. അപ്പോൾ അതും കൂടി കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണം. അപ്പോൾ
ഇതിനെ ഒരു വ്യക്തമായിട്ടുള്ള വാലിഡ് ഓഫർ എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? പേഴ്സൺ എ ഓഫേഴ്സ് പേഴ്സൺ ബി 100 tons of coconut oils. First 50 tons of coconut oil will be supplied in the first week when the acceptance is made, and after 2 weeks later only another 50 tons of oil will be supplied. അപ്പോൾ അത് ആ സ്പെഷ്യൽ ടേംസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അതാണ് നമ്മളുടെ നെക്സ്റ്റ് ഒരു എസെൻഷ്യൽ ക്യാരക്ടർ വാലിഡ് ഓഫറിൻ്റെ പറഞ്ഞിട്ടുള്ളത്. ഇനി പിന്നെ പറയുന്ന ഒരു എസെൻഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ഓഫറാണല്ലോ കൊടുക്കുന്നത്, അത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ പബ്ലിക്കിനോ ആവാം. An offer may be to an individual or to the public at large. Either the offer may be specific by addressing it to a definite person. When it is addressed to the whole world, it is general. അപ്പോൾ ഓഫർ മേ ബി സ്പെസിഫിക് ഓർ ജനറൽ. ഒരു വ്യക്തിനെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ജനറലായിട്ട് ഹോൾ വേൾഡിനെ ഉദ്ദേശിച്ചോ ആവാം. ഇപ്പം അയാളുടെ വീട്ടിലെ പെറ്റ് ഡോഗ് മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ അയാളുടെ സെർവൻറ്റിനോട് പറയാണ്, നീ എൻ്റെ പെറ്റ് ഡോഗിനെ കണ്ടെത്തി കൊണ്ടുവന്ന് തന്നാൽ നിനക്ക് ഞാൻ ഒരു പാരിതോഷികം തരാം. അയാളുടെ സെർവൻറ്റിനോട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് സ്പെസിഫിക്. സെർവൻറ്റിന് മാത്രമേ ആ പാരിതോഷികം കിട്ടുള്ളൂ അല്ലേ. അതേസമയം അയാൾ അനൗൺസ് ചെയ്യാണ്, എൻ്റെ പെറ്റ് ഡോഗ് മിസ്സായി. അത് കണ്ടെത്തി കൊണ്ടുവരുന്നവർക്ക് ആരായാലും അവർക്ക് തക്കതായ പാരിതോഷികം തരും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജനറൽ. പബ്ലിക്കിലുള്ള ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ഓഫർ സ്വീകരിക്കാം. പക്ഷേ ചിലപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് ഇന്ന ആളെ മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ അയാൾക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അല്ല, പൊതുവായിട്ട് ആർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് ആർക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ അതാ പറയുന്നത് ദ ഓഫർ മേ ബി ഫോർ ഇൻഡിവിജ്വൽ ഓർ ടു പബ്ലിക്. പിന്നെ ഏഴാമത്തെ ഒരു ക്യാരക്ടർ പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഓഫർ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. സ്പോക്കൺ വേർഡ്സ് കൊണ്ട് നമ്മൾ ഓറലി പറയുകയോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റായിട്ട് റൈറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് നമുക്ക് ഓഫറിൽ നമ്മുടെ വില്ലിങ്നെസ് എക്സ്പ്രസ് ചെയ്യാം. The offer which is understood indirectly by the conduct or behavior of a person is implied offer. അതിന് എക്സാമ്പിൾ അടക്കം നമ്മൾ കണ്ടതാണ്. അപ്പം എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടേംസ് ഓഫറിൽ അഡീഷണൽ ആയിട്ടുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓഫർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ആവാം അല്ലെങ്കിൽ പബ്ലിക്കിന് ജനറൽ ആയിട്ടാവാം. ഓഫർ എക്സ്പ്രസ്ഡ് ആവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. ഇനി എട്ടാമത്തെ ഒരു എസെൻഷ്യൽ, നമുക്ക് ടോട്ടൽ 10 എസെൻഷ്യൽസ് ആണുള്ളത്. അതിൽ എട്ടാമത്തെ എസെൻഷ്യൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ അസെൻറ്റ് ഓഫ് ദ പാർട്ടി. അസെൻറ്റ് മീൻസ് സമ്മതം. An offer should not force to get the acceptance of the person who receives it. That is, the person who accept it should accept it by his own intention, free concern. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അതുതന്നെയാണ് സംഭവം. അതായത് ഒരു ഓഫറർ കൊടുക്കുമ്പോൾ അയാളുടെ വില്ലിങ്നെസ് ആണ് അതിൽ കാണിക്കുന്നത്. ആ വില്ലിങ്നെസ്സിന് ഓഫറി എന്ത് ചെയ്യണം, അപ്രൂവൽ കൊടുക്കണം. അപ്രൂവൽ കൊടുത്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അയാളുടെ ഓൺ ഇൻറ്റൻഷനിലാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ
ആരുടെയും ഫോഴ്സ് കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യിക്കാൻ പാടില്ല. അപ്പോൾ ദ അക്സെപ്റ്റർ ഷുഡ് അക്സെപ്റ്റ് ദ ഓഫർ ബൈ ഹിസ് ഓൺ ഇൻറ്റൻഷൻ. അതാണ് ഫ്രീ കൺസേൺ. ആ ഓൺ ഇൻറ്റൻഷനിലാണ് എന്ത് ചെയ്യേണ്ടത്, അയാൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പം എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഓഫർ നമ്മൾ കൊടുക്കുമ്പോൾ ഓഫറിൻ്റെ സ്വഭാവം തന്നെ അങ്ങനെ ആയിരിക്കണം. അത് ഒരാളെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിലാവരുത്. അയാൾ സ്വമനസാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ഇല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരാൾ വന്നിട്ട് പറയാണ്, ചേട്ടാ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ ഞാൻ വൃത്തിയാക്കി തരാം, പറമ്പ് ഫുള്ളും പുല്ലൊക്കെ ചെത്തിത്തരാമെന്ന് പറയാൻ. അപ്പോൾ എനിക്ക് തോന്നിയാ ഒരുപാട് ദിവസമായി ആളെ കിട്ടിയിട്ടില്ല, എന്നാൽ പിന്നെ ഓക്കെ ഇയാൾ ചെത്തട്ടെ. അപ്പോൾ എത്രയാണ് കൂലി ചോദിക്കുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അയാൾ വന്നു എൻ്റെ അടുത്ത് പറയണം, ചേട്ടാ ഞാൻ പറമ്പെല്ലാം വൃത്തിയാക്കി തരാം, അല്ല ചെത്തിയാക്കി തരാമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയണം ഇല്ല വേണ്ട, കാരണം എനിക്കെന്തോ സുഖം തോന്നിയില്ല. പക്ഷെ അയാൾ ഇങ്ങനെ ഇതാക്കണം, ചേട്ടാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ്, ഇന്നൊരു ജോലിയും കിട്ടിയിട്ടില്ല, ചേട്ടൻ എങ്ങനെയെങ്കിലും സമ്മതിക്ക് അങ്ങനെ പറഞ്ഞ് അവസാനം നമ്മളത് മനസ്സോടെ വേണമെന്ന് നമുക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വാലിഡ് ഓഫർ ആവില്ല. അപ്പം അതാ പറയുന്നത്, എപ്പോഴും നമ്മളുടെ ഒരു ഫ്രീ കൺസേൺ, ഒരു ഓൺ ഇൻറ്റൻഷനിലൂടെയാണ് നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഓഫറിനെ. ഓക്കെ, സോ അത് ഒരു എസെൻഷ്യലാണ്. പിന്നെ ദ ഓഫർ മേ ബി കണ്ടീഷണൽ. അപ്പോൾ ചില ഓഫർ ചില കണ്ടീഷനിൽ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. Sometime an offer can be made subject to some conditions. Only if the conditions are fulfilled, the offer can be provided. A conditional offer lapses when the condition is not fulfilled or accepted. അതായത് കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു ഓഫർ വന്നാൽ ആ ഓഫർ ഫുൾഫിൽ ചെയ്യുന്ന പോലെ തന്നെ ആ കണ്ടീഷനും ഫുൾഫിൽ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം അതൊരു വാലിഡ് ഓഫറായി മാറില്ല. ആ കണ്ടീഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് നോട്ട് ബിക്കം എ വാലിഡ് ഓഫർ. അതാണ് ഓഫർ മേ ബി കണ്ടീഷണൽ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷനോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ചില സമയത്ത് ഇവർ നമ്മളുടെ ആരാണ് പിസ്സ ഹട്ടിൽ, പിസ്സയ്ക്ക് ഡൊമിനോസ് പിസ്സ, ഇവരൊക്കെ ഒരു ഓഫർ തരാറുണ്ട് വിത്ത് എ കണ്ടീഷൻ. പലപ്പോഴും അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് ഓഫർ? നമ്മൾ പിസ്സ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ആ പിസ്സ നമുക്ക് ഡെലിവറി ചെയ്തിരിക്കും. അഥവാ ആ സമയം ലാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പിസ്സ ഫ്രീ ആയിട്ട് കിട്ടും, നമ്മളത് പേ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പിസ്സ വിളിച്ച് ഓർഡർ ചെയ്യുമ്പോൾ ദേ ആർ ഓഫറിങ് ദ പിസ്സ. അതിൻ്റെ കൂടെ ഒരു കണ്ടീഷനുണ്ട്, അത് ഇന്ന സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യും. അഥവാ ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ ഡെലിവറി ചെയ്തില്ലെങ്കിൽ യു മേ നോട്ട് പേ ഫോർ ദാറ്റ്. അപ്പോൾ അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇതുപോലെ നമ്മുടെ ട്രേഡിങ്ങിലുള്ള ഓഫറിലും ചില സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ ഓഫർ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നത് പോലെ ആ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ആ ഓഫർ വാലിഡായിട്ട് മാറുകയുള്ളൂ. ഓക്കെ, സോ അപ്പം നോക്കൂ, നമുക്കിതെല്ലാം സുപരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഓഫറിൻ്റെ എസെൻഷ്യൽസിൽ പറയുന്നത്. ഒന്ന് നമുക്ക് പുതിയതായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മളുടെ ഓഫറിൻ്റെ ഏറ്റവും ലാസ്റ്റ് എസെൻഷ്യൽ എന്താണ്?
offer should not contain a term that non-acceptance of the offer within a specified period is declared to be accepted. ഓഫറിൽ ഈ രീതിയിലുള്ള ഒരു ടേം പാടില്ല. അങ്ങനെ ഒരു ടേം വന്നു കഴിഞ്ഞാൽ അതൊരു വാലിഡ് ഓഫർ ആവില്ല. അതായത് ദാറ്റ് നോൺ അക്സെപ്റ്റൻസ് ഓഫ് എൻ ഓർഡർ വിത്തിൻ എ സ്പെസിഫൈഡ് പീരിയഡ് ഇസ് ഡിക്ലെയർഡ് ടു ബി അക്സെപ്റ്റഡ്. ഒരു നിശ്ചിതമായിട്ടുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ഓഫർ സ്വീകരിച്ചില്ലെങ്കിൽ അത് സ്വീകരിച്ചതായിട്ട് തന്നെ കൺസിഡർ ചെയ്യപ്പെടുകയാണ് എന്നുള്ള ഒരു ടേം നമുക്കൊരിക്കലും ഓഫറിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതും ഒരു ഫോഴ്സിങ് ഉണ്ട് അതിൽ. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ടേം ഒരിക്കലും നമുക്ക് ഓഫറിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ഓഫർ സ്വീകരിക്കാത്ത പക്ഷം അതിനെ സ്വീകരിച്ചതായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പോൾ ഒരാൾ ഒരു ലേഡീനെ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഓഫർ കൊടുത്തു. അപ്പോൾ ആ ലേഡി അത് സമ്മതിക്കണം. അപ്പോൾ അയാൾ പറയുകയാണ്, ഓക്കെ ഒരു ആഴ്ച നിങ്ങൾക്ക് സമയം തരാം, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ സമ്മതിക്കണം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ റിപ്ലൈ തന്നില്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചിട്ടായിട്ട് ഞാനത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് ഓഫർ. അപ്പോൾ അതാ പറയുന്നത്, അക്സെപ്റ്റൻസ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈമിൻ്റെ ഉള്ളിൽ നടന്നില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യാൻ അത്തരത്തിലുള്ളൊരു ടേം നമ്മൾ ഒരു ഓഫറിൽ ഉൾക്കൊള്ളാൻ പാടില്ല. അങ്ങനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ദറ്റ് ഓഫർ ഡസ് നോട്ട് ബിക്കം എ വാലിഡ് ഓഫർ. ഓക്കെ, സോ നമ്മൾ വാലിഡ് ഓഫറിൻ്റെ 10 എസെൻഷ്യൽസ് ആണ് കണ്ടത്. ഇനി നമ്മളുടെ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് പോലെ തന്നെ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം വരുന്ന ഒരു കൈൻഡ് ഓഫ് ഓഫറാണ് സ്പെസിഫിക് ഓഫർ. എല്ലാം ആ വേർഡ് മീനിങ്ങിൽ തന്നെ ഇതുണ്ട് അല്ലേ. ഒരു ഓഫർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്ക് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. വെൻ ഓഫർ ഈസ് അഡ്രസ്ഡ് ടു എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ ഓർ എ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഇറ്റ് ഈസ് സ്പെസിഫിക്. പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരാൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ അയാളുടെ പെറ്റ് ഡോഗിനെ മിസ്സിങ് ആയി, അപ്പോൾ അയാളുടെ സെർവൻറ്റിന് ഒരു ഓഫർ കൊടുക്കുകയാണ്. അതിനെ കണ്ടെത്തി കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പാരിതോഷികം തരാം. ഇറ്റ് ഈസ് സ്പെസിഫിക്. ആ സെർവൻറ്റിന് മാത്രമേ പാരിതോഷികം പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ജനറൽ ആണെങ്കിൽ വെൻ ദ ഓഫർ ഈസ് അഡ്രസ്ഡ് ടു ദ ഹോൾ വേൾഡ് ഇറ്റ് ഈസ് ജനറൽ ഓഫർ. എക്സാമ്പിൾ നോക്കൂ, പേഴ്സൺ എ പ്രോമിസസ് പേഴ്സൺ ബി to give ₹1,000 if he brings back his missing pet dog. That is specific offer. Ini person B issues a public notice stating that whoever can bring his missing dog is offered ₹1,000 is a general offer. Appo offer can be specific, offer can be general. അത് കൊടുക്കുന്ന ഓഫർ പ്രത്യേകിച്ചും ചില വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ആവാം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഓഫർ, ഇതെപ്പോഴും 2 മാർക്കിന് ചോദിക്കാം. വാട്ട് ഈസ് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ? An offer for a continuous supply of certain article at a certain rate over a definite period is called standing order. A standing order offer can become a contract only if the order for the offer is placed. So before placing the order, the offer can be withdrawn. എന്താണ് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ? എൻ ഓഫർ ഫോർ എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർട്ടൻ ആർട്ടിക്കിൾസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ, തുടർച്ചയായിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്യുക with a certain rate over a definite period is called standing offer. ഇപ്പം ഞാനൊരു ഹോട്ടലാണ് നടത്തുന്നത്. ഈ ഹോട്ടലിൽ എനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അരി വേണം. അപ്പം എല്ലാ മാസവും 5 ചാക്ക് വീതം അരി എൻ്റെ ഹോട്ടലിലേക്ക് സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ട്രേഡർ അക്സെപ്റ്റ് ചെയ്തു. അത് ഇത്ര പ്രൈസേക്ക് സപ്ലൈ ചെയ്യാമെന്നും അക്സെപ്റ്റ് ചെയ്തു. അതനുസരിച്ച് അയാൾ എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും 5 ചാക്ക് അരി
നിശ്ചിതമായിട്ടുള്ള പൈസയ്ക്ക് എനിക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഓഫറിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. എ സ്റ്റാൻഡിങ് ഓഫർ ക്യാൻ ബിക്കം എ കോൺട്രാക്ട് ഓൺലി ഇഫ് ദ ഓർഡർ ഫോർ ദ ഓഫർ ഇസ് പ്ലേസ്ഡ്. Before the placing the order, the offer can be withdrawn. നമുക്ക് ഓരോ മാസം 5 ചാക്ക് അരി നമുക്ക് കൊണ്ടുതരാമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ഓർഡർ കൂടി പ്ലേസ് ചെയ്യണം. അപ്പോൾ അതാ പറയുന്നത്, എ സ്റ്റാൻഡിങ് ഓർഡർ ക്യാൻ ബിക്കം എ കോൺട്രാക്ട് ഓൺലി ഇഫ് ദ ഓർഡർ ഓഫ് ദ ഓഫർ ഇസ് പ്ലേസ്ഡ്. നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യാം എന്നുള്ള ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റ്, സ്റ്റാൻഡിങ് ഓർഡർ ഓഫറുള്ള കോൺട്രാക്റ്റ് നിലവിൽ വരികയുള്ളൂ. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓഫർ എന്താവും? വിഡ്രോ ആവും. ഇപ്പോൾ 2 മാസം 5 ചാക്ക് അരി എൻ്റെ ഹോട്ടലിൽ സപ്ലൈ ചെയ്തു. 3-ാമത്തെ മാസം ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തില്ല. ആൾ സപ്ലൈ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തില്ല, എനിക്ക് അരി വേണ്ട. സോ അവിടെ എന്തായി? ആ ഓഫർ വിഡ്രോ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. So unless or otherwise order is placed, then only the standing order is becoming valid. Otherwise the standing order will be withdrawn. അപ്പോൾ അതാണ് സ്റ്റാൻഡിങ് ഓഫറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഫറിൽ 3 എണ്ണമാണ് കണ്ടത്. ഒന്ന് സ്പെസിഫിക് ഓഫർ, പിന്നെ ഒരെണ്ണം ജനറൽ ഓഫർ. രണ്ടും എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതായിരുന്നു. വിത്ത് എക്സാമ്പിൾ ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ അതെന്താണെന്ന് കണ്ടു അല്ലേ. സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ കാലയളവിലേക്ക് ഒരു പർട്ടിക്കുലർ റേറ്റിൽ നമുക്ക് കമോഡിറ്റീസ് സപ്ലൈ ചെയ്യാമെന്ന് പറയുന്ന ആ ഓഫറിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. ഈ ഓഫർ ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ അതാത് സമയത്ത് എന്ത് ചെയ്യണം? ഓർഡർ പ്ലേസ് ചെയ്യണം. അത് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ മാത്രമേ അതിനനുസൃതമായിട്ടുള്ള കോൺട്രാക്റ്റ് ഫോം ചെയ്യുള്ളൂ. ഓർഡർ പ്ലേസ് ചെയ്യാത്ത പക്ഷം ആ ഓഫർ വിഡ്രോ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് സ്റ്റാൻഡിങ് ഓഫർ. ഇപ്പം സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ 2 മാർക്സിന് ചോദിക്കാം. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം. വെൻ ആൻ ഓഫർ ഈസ് അഡ്രസ്ഡ് ടു എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ ഇറ്റ് ഈസ് നോൺ ആസ് സ്പെസിഫിക് ഓഫർ. When an offer is addressed to whole world, it is known as general offer. അത് 1 word ചോദിക്കാം. സ്റ്റാൻഡിങ് ഓർഡർ എപ്പോഴും 2 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. സ്റ്റാൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ 2 മാർക്സിനാണ് ചോദിക്കുക. ഓക്കെ, സോ അങ്ങനെയാണ് 3 കൈൻഡ് ഓഫ് ഓഫേഴ്സ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കൈൻഡ്സ് ഓഫ് ഓഫറിൽ 3 ഓഫർ കണ്ടു. ജനറൽ ഓഫർ, സ്പെസിഫിക് ഓഫർ ആൻഡ് സ്റ്റാൻഡിങ് ഓഫർ. ഇനി 2 ഓഫേഴ്സും കൂടി നമുക്ക് നോക്കാനുള്ളതാണ്. ഇതൊക്കെ എപ്പോഴും 2 മാർക്സിന് ചോദിക്കുന്നതാണ്. അതിൽ 4ാമത്തത് കൗണ്ടർ ഓഫർ. എന്താണ് കൗണ്ടർ ഓഫർ? ഒന്നിന് പകരമായിട്ട്, അതാണ് കൗണ്ടർ മീനിങ്. ഇവിടെ നമ്മൾ ഒരു ഓഫർ ഫോം ചെയ്തു, പ്രോമിസറും പ്രോമിസിയും തമ്മിൽ ഒരു ഓഫർ ഫോം ചെയ്തു. പിന്നീട് അത് 2 പേരും കൂടി റിജക്റ്റ് ചെയ്തിട്ട്, കാരണം അത് അവർക്ക് ശരിയായിട്ട് തോന്നിയില്ല, അപ്പോൾ അതുകൊണ്ട് 2 പേരും കൂടി ഒരുമിച്ച് അത് റിജക്റ്റ് ചെയ്തിട്ട് പുതിയ വേറൊരു ഓഫർ അവർ ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ an offer which is made newly after rejecting the original offer is a counter offer. എക്സാമ്പിൾ, എയും ബിയും എന്നുള്ള 2 വ്യക്തികൾ, അല്ലെ പേഴ്സൺ എ ഓഫേഴ്സ് ടു സെൽ ഹിസ് ഹൗസ് ഫോർ 20 lakhs ടു പേഴ്സൺ ബി. പക്ഷെ പേഴ്സൺ ബി എന്ത് ചെയ്തു? 50 lakhsന് അത് അക്സെപ്റ്റ് ചെയ്യാണ്. 20 ലക്ഷം വേണ്ട, 15 ആണെങ്കിൽ ഞാൻ ആ വീട് എടുത്തോളാം. അപ്പോൾ പേഴ്സൺ എക്ക് പൈസ വളരെ അത്യാവശ്യമാണ്. 15 15. ഓക്കെ, എന്നാൽ 20 വേണ്ട. അപ്പോൾ ആദ്യം പേഴ്സൺ എ എന്ത് ചെയ്തു? 20 ലക്ഷമാണ് ഓഫർ ചെയ്തത്. പക്ഷേ പേഴ്സൺ ബി 15 ലക്ഷത്തിനാണ് സമ്മതിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു? 2 പേർക്കും ആ ഓഫർ ശരിയാവാത്തത് കൊണ്ട് ആദ്യത്തെ 20 ലക്ഷത്തിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഓഫർ ഫോം ചെയ്തു. അപ്പോൾ പേഴ്സൺ എന്ത് ചെയ്തു? പുതിയ ഓഫറിൽ 15 ലക്ഷം രൂപയ്ക്ക് വീട് വിൽക്കാമെന്നും അത് 15 ലക്ഷം രൂപയ്ക്ക് പേഴ്സൺ ബി വാങ്ങിക്കാമെന്നും തീരുമാനിച്ചു.
അപ്പോൾ എന്തായി, അതൊരു കൗണ്ടർ ഓഫറായിട്ട് മാറി. അപ്പോൾ അതാണ് കൗണ്ടർ ഓഫർ. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓഫർ രണ്ട് പേഴ്സൺസും പ്രോമിസറും പ്രോമിസയും ഒരുപോലെ തന്നെ റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഓഫർ ഫോം ചെയ്യുക, അതിൽ തെറ്റില്ല. കാരണം നമ്മൾ നേരത്തെ എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് ഓഫ് വാലിഡ് ഓഫറിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ഒരു പാർട്ടി ഒരു ഓഫറിൽ നിന്നും പിന്മാറിയാൽ, ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, ബാധ്യത ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ടാവുന്നില്ല, കാരണം രണ്ട് പേർക്ക് അത് പറ്റുന്നില്ല. അപ്പോൾ രണ്ടുപേരും എന്ത് ചെയ്യുക, അത് റിജക്റ്റ് ചെയ്ത് പകരം വേറെ പുതിയതൊരെണ്ണം ഉണ്ടാക്കി. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ വാലിഡ് ഓഫർ. ഓക്കെ, അതാണ് കൗണ്ടർ ഓഫർ. ഇനി ക്രോസ് ഓഫർ, നമ്മുടെ ലാസ്റ്റ് കൈൻഡ് ഓഫ് ഓഫറാണ് ക്രോസ് ഓഫർ. എന്താണ് ക്രോസ് ഓഫർ? ക്രോസ് ഓഫർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എസെൻഷ്യൽ ക്യാരക്ടറിൽ ഒരു കാര്യം പറഞ്ഞു, വെൻ ദ ഓഫർ ഈസ് മെയ്ഡ് ബൈ ദ പ്രോമിസർ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അക്സെപ്റ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈ ക്രോസ് ഓഫറിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പാർട്ടീസും ഓഫറിൽ ഐഡൻറ്റിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ഓഫർ ഫോം ചെയ്യാണ്, പരസ്പരം അത് അറിയാതെ ഫോം ചെയ്യാണ്. പക്ഷെ ലാസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ രണ്ടും ഒരേ ഓഫറായിട്ട് കണ്ടു. അതിനെയാണ് നമ്മൾ ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, സോ പേഴ്സൺ എ ആൻഡ് ബി ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ പേഴ്സൺ എ എന്ത് ചെയ്തു, അയാളുടെ ഒരു കാറ് അയാളുടെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള പേഴ്സൺ ബിക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ തയ്യാറാക്കി. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് പേഴ്സൺ ബിക്ക്. പക്ഷേ അത് കമ്മ്യൂണിക്കേഷൻ എത്തിയില്ല, പേഴ്സൺ ബിയിലേക്ക് എത്തിയില്ല, പേഴ്സൺ ബി അത് അറിഞ്ഞില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ പേഴ്സൺ ബി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്ക് നേരത്തെ അറിയാം പേഴ്സണെ ആളുടെ കാറ് വിൽക്കാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ എന്ത് ചെയ്തു, അവൻ്റെ കാറ് മേടിക്കാം, അവന് ആ കാറ് 2 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പേഴ്സൺ ബിയും എന്ത് ചെയ്തു, ഒരു ഓഫർ ഉണ്ടാക്കിയിട്ട് പേഴ്സൺ എക്ക് അയക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്തായി, പേഴ്സൺ എ ഒരു ഓഫർ ഉണ്ടാക്കി, അത് പേഴ്സൺ ബിക്ക് അയച്ചു. അത് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവണൊക്കെ മുമ്പായിട്ട് തന്നെ പേഴ്സൺ ബി എന്ത് ചെയ്തു, പേഴ്സൺ എ ഉണ്ടാക്കിയ അതേപോലത്തെ ഒരു ഓഫർ ഉണ്ടാക്കിയിട്ട്, ഐഡൻറ്റിക്കൽ ഓഫർ ഉണ്ടാക്കിയിട്ട് അത് പേഴ്സൺ എക്ക് അയച്ചു കൊടുത്തു. അവസാനം പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ 2 ഓഫേഴ്സും സെയിം ആണ്, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതാണ് ക്രോസ് ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ക്രോസ് ഓഫറും വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ അതിൽ ചെറിയൊരു ഡിലേ വരുന്നു എന്ന് മാത്രം. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഡിലേ വന്നാലും രണ്ടുപേരും ഉദ്ദേശിച്ച കാര്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു വാലിഡ് ആയിട്ടുള്ള ഓഫറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ലാസ്റ്റ് നോക്കാനുള്ള ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ. അപ്പോൾ നമ്മൾ ആ എസെൻഷ്യൽ ക്യാരക്ടേഴ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ ഈസ് നോട്ട് അറ്റ് ഓൾ എൻ ഓഫർ, ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി എ വാലിഡ് ഓഫർ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, അഡ്വർടൈസ്മെൻറ്റും പിന്നെ അതുപോലെ കൊട്ടേഷൻസൊക്കെ ഇൻവിറ്റേഷൻ ടു ഓഫർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മളുടെ ഒറിജിനലായിട്ടുള്ള ഓഫർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെഗോഷിയേഷൻ നടത്താനുള്ള ഇൻവിറ്റേഷനാണ് ഈ പറയുന്ന ഇൻവിറ്റേഷൻ ടു ഓഫർ. ഇറ്റ് ഈസ് എൻ ഓഫർ ടു നെഗോഷിയേറ്റ്. ഇൻവിറ്റേഷൻ ഓഫ് എൻ ഓഫർ ഈസ് ടു റിസീവ് ദ ഒറിജിനൽ ഓഫർ. നമുക്ക് ഒറിജിനൽ ഓഫർ റിസീവ് ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ മാത്രമാണ്. ഒരു പരസ്യം കണ്ടു, 50% ഫ്ലാറ്റ് ഓഫർ ഡിസ്കൗണ്ട്, അത് കണ്ടു, ഇറ്റ് ഈസ് ഓൺലി എൻ ഇൻവിറ്റേഷൻ. അത് കണ്ടിട്ട് നമ്മൾ ആ സ്ഥലത്ത് പോയി നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഒറിജിനൽ ഓഫർ റിസീവ് ചെയ്യുന്നു. അല്ലാതെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടതുകൊണ്ട് നമുക്ക് റിസീവ് ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ ജസ്റ്റ് ബ്രിങ് ദ അറ്റൻഷൻ ഓഫ് ദ പേഴ്സൺ ടുവേഴ്സ്. അപ്പോൾ ശരിക്കുള്ള ഒറിജിനൽ ഓഫറിലേക്കുള്ള ഒരു അറ്റൻഷൻ ആ അക്സെപ്റ്റർക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഫോഴ്സ് എനി വൺ ടു അക്സെപ്റ്റ് ദ ഒറിജിനൽ ഓഫർ. എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്ന് അത് നിർബന്ധം പറയുന്നില്ല. അത് ആവശ്യമുള്ളവർക്ക്, അത് ബോധ്യമായിട്ടുള്ളവർക്ക് മാത്രം അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. അതാണ് ഇൻവിറ്റേഷൻ ഓഫറിൻ്റെ പ്രത്യേകത. അപ്പോൾ ബൈ സെല്ലിങ് ദ ഇൻവിറ്റേഷൻ ദ പേഴ്സൺ വിൽ വിത്ത് ദെയർ സെൽഫ് ഇൻറ്റൻഷൻ. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ, അത് കാണുന്ന വ്യക്തി അത് ബോധ്യമായി കഴിഞ്ഞാൽ അയാളുടെ സ്വന്തമായിട്ടുള്ള ഇൻറ്റൻഷനിലൂടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒറിജിനൽ ഓഫർ അക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ അവിടെ ഒരു ഫോഴ്സിങ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ഡിസ്കൗണ്ട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ഡിസ്കൗണ്ട് താല്പര്യമുള്ളവർ മാത്രമായിരിക്കും അതിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ സ്വമനസാലെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒറിജിനൽ ഓഫർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതാണ് നമ്മളുടെ ഇൻവിറ്റേഷൻ ടു ഓഫർ. അപ്പോൾ അങ്ങനെയുള്ള ഇൻവിറ്റേഷൻ ടു ഓഫറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വാലിഡ് ഓഫറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, അപ്പോൾ ഈ ഇൻവിറ്റേഷൻ ഓഫ് ഓഫർ വെച്ച് നമുക്കൊന്നും ക്ലെയിം ചെയ്യാനുമില്ല. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം ചിന്തിക്കണം. എന്താണ് ചിന്തിക്കേണ്ടത്? ചില പരസ്യങ്ങളിൽ പറയാറുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പരസ്യം കണ്ടിട്ട് പറയാം, ഇന്ന ഓഫർ ഉണ്ട്, നിങ്ങൾ ഈ പരസ്യം കൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഫർ നേടാം. ഇറ്റ് ഈസ് ഓൺലി എന്താ പറയുക, ഒരു പ്രഹസനം മാത്രമാണ്. ആക്ച്വലി അങ്ങനെ ഒരു ഫോർമാലിറ്റി ഇല്ല. കാരണം അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ആൻ ഇൻവിറ്റേഷൻ. നിങ്ങളത് കണ്ടു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ നമുക്കൊരു ഗുണമില്ല. അപ്പോൾ അത് ഒരു ചെറിയ ഇൻഡയറക്റ്റ് ഫോഴ്സിങ് ആണ് അതിലൂടെ അവർ ചെയ്യുന്നത്. ഓക്കെ, സോ ആക്ച്വലി അങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ പരസ്യം കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് കിട്ടും എന്നൊക്കെ പറയും. അതൊക്കെ വെറുതെയുള്ള പ്രഹസനമാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഈസ് ഓൺലി എൻ ഇൻവിറ്റേഷൻ. അപ്പോൾ ലീഗലായിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റ്സും അതുകൊണ്ട് കിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയുള്ള പ്രേരണകളൊക്കെ പല അഡ്വർടൈസ്മെൻറ്റ്സിലുണ്ടാവും. പക്ഷെ അത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സബ്ജക്ട്സൊക്കെ പഠിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. നമ്മളുടെ എഗ്രിമെൻറ്റ്, ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ്. എന്താണ് ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ എന്താണ്? ഇംഗ്ലീഷ് ലോയിലാണ് ഓഫർ എന്ന് പറയുന്നത്, ഇന്ത്യൻ കോൺട്രാക്ട് ലോയിൽ അതിന് പ്രൊപ്പോസൽ എന്ന് പറയുന്നു. അങ്ങനെ ഓഫർ തരുന്ന വ്യക്തിനെ ഓഫറർ, പ്രൊപ്പോസർ, പ്രോമിസർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഇത് എക്സ്പ്രസ് ആയിട്ടുള്ള ഓഫറോ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഓഫറോ ആവാം, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ പറയുന്ന ഓഫറിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടേഴ്സ്, നല്ല ഒരു വാലിഡ് ആയിട്ടുള്ള ഓഫറിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ് 10 ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ 10 ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഓഫറിനെ വാലിഡ് ഓഫറായിട്ട് കണക്കാക്കാം. ഓക്കെ, അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ഓഫേഴ്സ്, 5 തരത്തിലുള്ള ഓഫേഴ്സ് നമ്മൾ കണ്ടു. ഒന്ന് സ്പെസിഫിക് ഓഫർ, പിന്നെ ജനറൽ ഓഫർ, പിന്നെ സ്റ്റാൻഡിങ് ഓഫർ, പിന്നെ കൗണ്ടർ ഓഫർ ആൻഡ് ക്രോസ് ഓഫർ. സ്പെസിഫിക് ഓഫർ എന്ന് വെച്ചാൽ ഓഫർ ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമായിട്ട് അത് പറയുമ്പോൾ അതിനെയാണ് സ്പെസിഫിക്. ജനറൽ എന്ന് വെച്ചാൽ പബ്ലിക്സിന് ആർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാവുന്ന ഓഫറാണ് ജനറൽ ഓഫർ. സ്റ്റാൻഡിങ് ഓഫർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് വരുന്ന ഓഫറാണ് സ്റ്റാൻഡിങ് ഓഫർ. ഈ ഓഫർ എല്ലാ കാലവും പ്രൊസീഡ് ചെയ്യണമെങ്കിൽ അതാത് സമയത്ത് അതിനുള്ള ഓർഡേഴ്സ് ഉണ്ടായിരിക്കണം. ഓർഡേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ സ്റ്റാൻഡിങ് ഓഫർ വിഡ്രോ ചെയ്യപ്പെടും. പിന്നെ കൗണ്ടർ ഓഫറാണ്. ആദ്യം ഉണ്ടാക്കിയ ഓഫർ പ്രോമിസറും പ്രോമിസിയും കൂടി റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഓഫർ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ക്രോസ് ഓഫർ എന്ന് വെച്ചാൽ പ്രോമിസറും പ്രോമിസിയും തമ്മിൽ അറിയാതെ ഒരേപോലത്തെ ഐഡൻറ്റിക്കൽ ഓഫർ ഫോം ചെയ്ത് പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോസ് ഓഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ 5 ഓഫേഴ്സ് നമ്മൾ കണ്ടു. പിന്നെ നമ്മളുടെ ഇൻവിറ്റേഷൻ ടു ഓഫർ, ചിലപ്പോൾ അത് ഷോർട്ട് ആൻസർ ചോദിക്കാം. വൈ വി കൺസിഡർ ഇൻവിറ്റേഷൻ ടു ഓഫർ, വൈ വി ഡോണ്ട് കൺസിഡർ ഇൻവിറ്റേഷൻ ഓഫർ ആസ് എ വാലിഡ് ഓഫർ. കാരണം ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് വെച്ചാൽ ഒരു ഓഫർ അല്ല, ഇറ്റ് ഈസ് ഓൺലി എൻ ഇൻവിറ്റേഷൻ ഫോർ നെഗോസിയേഷൻ ആൻഡ് ഇറ്റ് brings the attention of the acceptor to accept the original offer. Okay, ഈ acceptor once ഈ invitation കണ്ടു കഴിഞ്ഞാൽ with his self intention have to accept the original offer. വേറെ ആരും അത് ഫോഴ്സ് ചെയ്യരുത്. ഇൻവിറ്റേഷൻ ഒരിക്കലും ആരെയും ഫോഴ്സ് ചെയ്യുന്നുമില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇൻവിറ്റേഷൻ ടു ഓഫറെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ ഷോർട്ടായിട്ട് ഒരു വിതിൻ 1 or 2 minutes ഇതെല്ലാം ഓടിച്ചൊന്നുകൂടി നിങ്ങൾ റിക്കളക്ട് ചെയ്യാൻ പറ്റും. റിക്കളക്ട് ചെയ്താൽ നിങ്ങൾക്കിത് ഓർമ്മയിൽ നിൽക്കും, പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റും നിങ്ങൾ നിങ്ങളുടേതാക്കി മാറ്റാം. റെസ്പോൺസിബിളായിട്ട് ഓരോ സബ്ജക്റ്റ് ഇതുപോലെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ആ ഓരോ സബ്ജക്റ്റും നിങ്ങളുടേതായിട്ട് മാറും. അപ്പോൾ ഇപ്പോൾ പുതിയ സെമിസ്റ്ററാണ്, ഈ സെമിസ്റ്ററുള്ള സബ്ജക്ട്സൊക്കെ ഇതുപോലെ നിങ്ങളുടെ ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിറ്റി നമ്മളുടെ കോളേജ് ലെവലിൽ പഠിക്കുമ്പോൾ. ഓക്കെ, സ്കൂൾ ലെവലിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ മാറ്റി കോളേജ് ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ച് നമ്മൾ മുന്നേറേണ്ടത്.
ഓക്കെ. സോ ഇതോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത സെഷനിൽ നമ്മൾ വീണ്ടും കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ. All of you take care. Okay, bye.